Hello, welcome class to the another session of a question quest, understanding the exam dynamics by English Disha. So I hope എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ PG എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് നല്ല റൈറ്റ് പാത്ത് കാണിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇംഗ്ലീഷ് ദിശ. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ദെൻ സോ വിതൗട്ട് ഡിലേ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. Here is the first question. What is the name of Belinda's lapdog in Alexander Pope's The Rape of the Lock? അപ്പോൾ അലക്സാണ്ടർ പോപ്പിന്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറഞ്ഞ വർക്കിലെ ബെലിൻഡയുടെ ലാപ്ഡോഗിന്റെ പേരാണ് ചോദിക്കുന്നത്. ലക്ക്, മക്ക്, പ്ലക്ക്, ഷോക്ക്. ഇതിൽ ഏതാണ് ബെലിൻഡാസ് ലാപ്ഡോഗിന്റെ പേര്? ആൻസർ ഈസ് ഷോക്ക്. Rape of the Lock is a mock heroic narrative poem by Alexander Pope and അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1712 അപ്പോൾ മോക്ക് ഹീറോയിക് നറേറ്റീവ് പോം എന്ന് പറയുമ്പോൾ എന്താണ്, അതില് ഒരു മോക്കിംഗ്, ഒരു സെറ്റൈറിക് ഫീച്ചർ വരുന്നുണ്ട്. ഇറ്റ് സറ്റൈറൈസസ് ദ അപ്പർ ക്ലാസ് ഇൻ ലണ്ടൻ ഓഫ് ഹിസ് ടൈം. അപ്പൊ എന്തിനെ കുറിച്ചുള്ള ഒരു സെറ്റൈർ ആണ്, അല്ലെങ്കിൽ എന്തിനെ പരിഹസിക്കുന്ന ഒരു പോമാണത്? അപ്പർ ക്ലാസ് ഇൻ ലണ്ടൻ, ലണ്ടനിലെ അദ്ദേഹത്തിന്റെ സമയത്ത്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിലെ ലണ്ടനിലെ അപ്പർ ക്ലാസ് ആൾക്കാരെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അവരെ സെറ്ററൈസ് ചെയ്യുന്ന, അവരെ മോക്ക് ചെയ്യുന്ന, അവരെ കളിയാക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ടൈപ്പ് ഒരു തീം ഉള്ളൊരു പോമാണ് ഇത് റേപ്പ് ഓഫ് ദി ലോക്ക്. അപ്പൊ അതിൽ എന്താണ് ബെലിൻഡാസ് ലോക്ക് ഓഫ് ഹെയർ. അപ്പൊ റേപ്പ് ഓഫ് ദ ലോക്ക് അല്ലെ, അവിടെ ആ ഒരു ടൈറ്റിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ടൈറ്റിൽ വരുന്നത്, മെയിൻ ക്യാരക്ടർ വരുന്നത് അവിടെ ബെലിൻഡയാണ്. ബെലിൻഡാസ് ലോക്ക് ഓഫ് ഹെയർ സിംബലൈസസ് ഹെർ ബ്യൂട്ടി, ഹെർ ഫെമിനൈൻ പവർ ആൻഡ് ഹെർ സെക്ഷുവാലിറ്റി. അപ്പോൾ ആ പോയത്തില് ബെലിൻഡയുടെ ആ ലോക്ക് ഓഫ് ഹെയർ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? അവളുടെ സൗന്ദര്യത്തെയും പിന്നെ അവളുടെ ആ ഒരു ഫെമിനൈൻ പവറിനെയും പിന്നെ സെക്ഷുവാലിറ്റിനെയും. അപ്പൊ ഇതൊക്കെ അതിലത്തെ മെയിൻ തീംസ് ആണ് കേട്ടോ. ഈ പോയത്തിലെ മെയിൻ തീംസ് ഇതൊക്കെയാണ്. പിന്നെ ബെലിൻഡയുടെ ഹെയർ സിംബലൈസ് ചെയ്യുന്നതും ഈ കാര്യങ്ങളാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ആർ നോട്ട് റിട്ടൺ ബൈ ക്രിസ്റ്റഫർ മാർലോ? തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ള പ്ലേസ്, ഡ്രാമാസ് അല്ലെങ്കിൽ പ്ലേസ്, അതിൽ ക്രിസ്റ്റഫർ മാർലോ എഴുതാത്തത് ഏതാണ്, അല്ലെങ്കിൽ ക്രിസ്റ്റഫർ മാർലോയുടേത് അല്ലാത്തത് ഏതാണ്? ടാമ്പർലിൻ, ഡോക്ടർ ഫോസ്റ്റസ്, ഹെൻറി സെക്കൻഡ് ആൻഡ് ജിയോ ഓഫ് മാൾട്ട. The answer is Henry II. Henry II. Because Henry II എഴുതിയിരിക്കുന്നത് ആരാണ്? It was written by William Mountfort. അപ്പോൾ ബാക്കി ഹെൻറി സെക്കൻഡ് അല്ലാത്ത ബാക്കി പ്ലേസ് എല്ലാം എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റഫർ മാർലോ ആണ്. ടാമ്പർലൈൻ, ഡോക്ടർ ഫോസ്റ്റസ് ആൻഡ് ദി ജിയോ ഓഫ് മാൾട്ട, ഇതെല്ലാം ക്രിസ്റ്റഫർ മാർലോന്റെ വർക്ക്സ് ആണ്. പക്ഷെ ഹെൻറി സെക്കൻഡ് എഴുതിയിരിക്കുന്നത് വില്യം മൗണ്ട്ഫോർട്ട് ആണ്. And this play was premiered on 8th November 1692 at Theatre Royal, Drury Lane, London. Okay, that's it. The next question. Arrange the following in correct chronological sequence. തന്നിരിക്കുന്ന ഒരു 4 വർക്ക്സ് ഉണ്ട് അല്ലേ, അതിനെ ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാം? ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുക. ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷങ്ങൾ അല്ലെ, അസെൻഡിങ് ഓർഡറിലാണ്. ആദ്യം ഏതാണ് പബ്ലിഷ് ചെയ്തത്, പിന്നെ അതിന് പിന്നിൽ ഏതാണ് പബ്ലിഷ് ചെയ്തത്, അങ്ങനെയുള്ള ഒരു ഓർഡറിലാണ്. അതിനെയാണ് ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഓപ്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട വർക്കുകൾ ഏതൊക്കെയാണ്? വില്യം ടിൻഡെയിൽസ് ന്യൂ ടെസ്റ്റമെന്റ്, ദ നോർമൻ കോൺക്വസ്റ്റ്, ഡെത്ത് ഓഫ് ജെഫ്രി ചോസർ ആൻഡ് ദ ബർത്ത് ഓഫ് വില്യം ഷേക്സ്പിയർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്, അതിന് പിന്നാലെ ഏതൊക്കെയാണ് സംഭവിച്ചത്, ആ ഓർഡറിൽ നമ്മളത് അറേഞ്ച് ചെയ്യണം അല്ലേ. സോ ലെറ്റ്സ് സീ. ആൻസർ എന്നത് BCAD ആണ്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ വർഷത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് നമുക്ക് നോക്കാം. വില്യം ടിൻഡെയിൽസ് ന്യൂ ടെസ്റ്റമെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1525 നോർമൻ കോൺക്വസ്റ്റ് 1066. Death of Geoffrey Chaucer comes in 1400 and the birth of William Shakespeare in 1564. അപ്പോൾ ഇത് നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം ഏതാണ്?
The Norman Conquest comes first. അല്ലെ? അതിനുശേഷം ഡെത്ത് ഓഫ് ജെഫ്രി ചോസർ, പിന്നെ വന്നിട്ട് വില്യം ടിൻഡിൽസ് ന്യൂ ടെസ്റ്റമെന്റ്, പിന്നെ ലാസ്റ്റ് ആണ് ദ ബർത്ത് ഓഫ് വില്യം ഷേക്സ്പിയർ ഇൻ 1564. So the answer is B, C, A, D. Okay. Yeah. The next question. Who among the following was not a practitioner of new criticism? New criticism യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാത്തത് ഇതിൽ ആരാണ്? ഓക്കെ, who does not use that much of new criticism in their work? തന്റെ വർക്ക്സിൽ അധികം ന്യൂ ക്രിറ്റിസിസം അപ്ലൈ ചെയ്യാത്ത അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാത്ത ആള് ഇതിൽ ആരാണ്? ഐ.എ. റിച്ചാർഡ്സ് ആണോ, ജോൺ ക്രോ റാൻസം ആണോ, ടി.എസ്. ഇലിയറ്റ് ആണോ, എം.എച്ച്. എബ്രാംസ് ആണോ? ആരായിരിക്കും? അറ്റ്സ് എം.എച്ച്. എബ്രാംസ്. ദ ന്യൂ ക്രിറ്റിസിസം ഫോളോ അപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ അത് അധികം പ്രാക്ടീസ് ചെയ്യാത്തത് ഇവരിൽ എം.എച്ച്. എബ്രാംസ് ആണ്. അപ്പൊ എന്താണ് ന്യൂ ക്രിറ്റിസിസം? അല്ലെ, വി നോ ന്യൂ ക്രിറ്റിസിസം ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. The new criticism എന്താന്ന് നോക്കാം. It's a way of teaching literature by analyzing a work based only on that work's test. അപ്പോൾ ഒരു വർക്ക് എടുത്തിട്ട് അതിനെ നമുക്ക് എങ്ങനെയും ക്രിട്ടിസൈസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയും നമുക്ക് അനലൈസ് ചെയ്യാം അല്ലെ. നമ്മൾ ആക്ച്വലി നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലർ അതിനെ അനലൈസ് ചെയ്യും അല്ലെ. നമ്മൾ അങ്ങനെ ഒരു അനലൈസിങ് മൈൻഡ് ഉള്ളവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പല ടെക്സ്റ്റുകളും അങ്ങനെയാണ് പൊതുവെ അനലൈസ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിട്ടിക്കൽ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. പക്ഷേ ന്യൂ ക്രിറ്റിസിസം പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ടീച്ചിങ് ലിറ്ററേച്ചർ ബൈ അനലൈസിങ് ഓൺലി ഓൺ ദി ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓൺലി ബേസ്ഡ് ഓൺ ദി വർക്ക്സ് ടെക്സ്റ്റ്. ആ വർക്കിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക. അതാണ് ന്യൂ ക്രിറ്റിസിസം. ഓക്കെ, ദാറ്റ് ഈസ് ന്യൂ ക്രിറ്റിസിസം. അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് അതേപോലെ തന്നെ അനലൈസ് ചെയ്യുക, അല്ലാതെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അതാണ് ന്യൂ ക്രിറ്റിസിസം പറയുന്നത്. ആൻഡ് ജോൺ ക്രോ റാൻസം ഈസ് ദ ഫാദർ ഓഫ് ന്യൂ ക്രിറ്റിസിസം. ന്യൂ ക്രിറ്റിസിസത്തിന്റെ ഫാദർ, പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ക്രോ റാൻസം ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ പാർട്ടീഷ്യൻ നോവൽ? ഇപ്പൊ പാർട്ടീഷ്യൻ നോവൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പാർട്ടീഷൻ, പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു പാർട്ടീഷൻ ഒക്കെ നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു പാർട്ടീഷനെ തീം ബേസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന നോവൽസിനെയാണ് നമ്മൾ നോർമലി പാർട്ടീഷൻ നോവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് പാർട്ടീഷൻ നോവൽ അല്ലാത്തത്? തോമസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ, ദ ഷേഡോ ലൈൻസ്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇതിലേതാണ് പാർട്ടീഷൻ നോവൽ അല്ലാത്തത്? ഏതായിരിക്കും? ദ ആൻസർ ഈസ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പൊ ശ്രദ്ധിക്കുക, തോമസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ, ഷാഡോ ലൈൻസ്, ഇതെല്ലാം എന്താണ്? പാർട്ടീഷൻ നോവൽസ് ആണ് കേട്ടോ. അപ്പൊ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയിരിക്കുന്നത് ആരാണ്? ഇറ്റ്സ് റിട്ടൺ ബൈ അരുന്ധതി റോയ് ആൻഡ് ദ പബ്ലിഷിംഗ് ഇയർ 1997 ആണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയ് ആണ് എഴുതിയിരിക്കുന്നത്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം 1997 ആണ്. അപ്പൊ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ വർക്ക് എന്തിനെ കുറിച്ചുള്ള കഥയാണ്? ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് ദ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഓഫ് ഫ്രറ്റേണൽ ട്വിൻസ്. ദാറ്റ് മീൻസ് നോൺ ഐഡന്റിക്കൽ, തമ്മിൽ നമുക്ക് സാമ്യം തോന്നാത്ത ട്വിൻസ്. അങ്ങനത്തെ ട്വിൻസിനെ കുറിച്ചുള്ള ഒരു അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, അവരുടെ ബാല്യകാലത്ത് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുടെ ഒരു എന്താ പറയാ അനുഭവങ്ങൾ, അതാണ് ഈ ഒരു കഥയിലുള്ളത്. അപ്പോ their lives are destroyed by the love laws prevalent in 1960s കേരള. അപ്പൊ കേരളത്തില് 1960കളിൽ നിലനിന്നിരുന്ന ചില ലവ് ലോസ്, ആ നിയമങ്ങൾ കൊണ്ട് എന്താ പറയാ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള 2 ഫ്രറ്റേണൽ ട്വിൻസ്, അവരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചെറുപ്പകാലത്തിലെ അനുഭവങ്ങളുടെ ആ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ ഒരു കഥയിലുള്ളത്. ഓക്കെ, ആൻഡ് ദിസ് വർക്ക് won ബുക്കർ പ്രൈസ് ഇൻ 1997. ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വർക്കിന്. 1997 അത് കിട്ടിയിട്ടുള്ളത്. പിന്നെ അരുന്ധതി റോയുടെ മറ്റ് വർക്കുകളാണ് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനെസ്, ക്യാപിറ്റലിസം, എ ഗോഡ് സ്റ്റോറി. അപ്പൊ അതൊരു വർക്കാണ് ക്യാപിറ്റലിസം, എ ഗോഡ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സിംഗിൾ വർക്കാണ്.
പിന്നെ ദ ഓൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ്, പിന്നെ അങ്ങനെ അങ്ങനെ കുറെ ഉണ്ട്. ഇതൊക്കെ മെയിൻ വർക്ക്സ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ആരബി റോയുടെ വർക്ക്സ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂഫിമിസം സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് യൂഫിമിസം? ദാറ്റ് മീൻസ് എന്താണ് അതിന്റെ അർത്ഥം, അതാണ് ചോദിക്കുന്നത്. ഡെപിക്ഷൻ ഓഫ് എ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്, depiction of a situation in a complex way, depiction of a distasteful situation in an alternative way. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഒരു സിറ്റുവേഷൻ അതേപോലെ തന്നെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഒരു സിറ്റുവേഷനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഒരു എന്താ പറയാ ഒരു അനിഷ്ടകരമായ അല്ലെങ്കിൽ വലിയൊരു സുഖമില്ലാത്ത ഒരു സിറ്റുവേഷനെ കുറച്ചുകൂടി വേറൊരു മെച്ചപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ്. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ ഇതൊന്നുമല്ല എന്നാണ്. യൂഫിമിസം ഇതൊന്നുമല്ല എന്നാണ് നാലാമത്തെ ഓപ്ഷൻ പറയുന്നത്. അപ്പൊ ശരിക്കും യൂഫിമിസം എന്താണ്? യൂഫിമിസത്തിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡെപിക്ഷൻ ഓഫ് എ ഡിസ്റ്റേസ്റ്റ്ഫുൾ സിറ്റുവേഷൻ ഇൻ ആൻ ആൾട്ടർനേറ്റീവ് വേ. അപ്പൊ ഒരു സിറ്റുവേഷനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു. ഐ മീൻ ഒരു അധികം ഒരു അനിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുഖമല്ലാത്ത അസുഖകരമായ ഒരു സിറ്റുവേഷനെ അധികം അത്രയും ആ ഒരു എന്താ പറയാ മോശപ്പെട്ടതോ അല്ലെങ്കിൽ ആ ഒരു സുഖമല്ലാത്ത രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് യൂഫിമിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പാസ്ഡ് അവേ ഇൻസ്റ്റെഡ് ഓഫ് ഡൈഡ്. ഡൈഡ് മരിച്ചു എന്ന് പറയില്ലേ, അതിന് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു ഓൾട്ടർനേറ്റീവ് ഫോമിൽ നമ്മൾ പാസ്ഡ് അവേ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ഒരു ഓൾട്ടർനേറ്റീവ് വേയിൽ പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂഫിമിസം എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലിബൻ ഇൻ ദി ടെംപെസ്റ്റ് ഈസ് ആൻ അനഗ്രാം ഓഫ്. ടെംപെസ്റ്റ് അറിയാലേ, ടെംപെസ്റ്റ് എന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ആ വർക്ക് അതിലെ കാലിബൻ എന്നൊരു ക്യാരക്ടർ ഉണ്ട്, അത് എന്തിന്റെ അനഗ്രാം ആണ്? ഇറ്റ്സ് ആൻ അനഗ്രാം ഓഫ് കാനിബൽ, both A and B, or none of the above? The answer is cannibal. Okay, cannibal ആണ്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ അനഗ്രാം എന്ന് പറയുന്നത്? കാലിബൻ എന്നത് അനഗ്രാം ഓഫ് എന്തിനാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ അനഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്? അനഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വാക്കിന്റെ ലെറ്റേഴ്സിനെ റീഅറേഞ്ച് ചെയ്തിട്ട് മറ്റൊരു വാക്കാക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ കാലിബൻ എന്നൊരു വേർഡ് ആണല്ലോ ചോദിച്ചത്. കാലിബൻ എന്തിന്റെ അനഗ്രാം ആണ്? അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാം, കാനിബലിന്റെ അതേ സ്പെല്ലിംഗ് തന്നെ നമ്മൾ എന്ത് ചെയ്തേക്കാണ്? റീഅറേഞ്ച് ചെയ്തേക്കാണ്. കാനിബലിനെ കാലിബൻ എന്നാക്കി, അത്രയും സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അനഗ്രാം കണ്ടുപിടിക്കാൻ ഏറെക്കുറെ നല്ല സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ ഒരു പോയത്തിലെ കുറച്ച് ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. Turning and turning in the whitening gyre, the falcon cannot hear the falconer. Things fall apart, the center cannot hold. Near anarchy is loosed upon the world. Very famous lines ആണ്, വളരെ important and also popular ആയിട്ടുള്ള lines ആണ്. These lines have been taken from which of the following poems written by W.B. Yeats? അപ്പോൾ W.B. Yeatsന്റെ ഏതോ ഒരു പോയത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണത്. അതേത് പോം ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഓപ്ഷൻസ്? എ പ്രയർ ഫോർ മൈ ഡോട്ടർ, ദി സെക്കൻഡ് കമ്മിങ്, എമംഗ് സ്കൂൾ ചിൽഡ്രൻ, സെയിലിംഗ് ടു ബൈസാന്റിയം. ഇതിലേത് W.B. Yeatsന്റെ പോയത്തിലാണ് ഈ ഒരു ലൈൻസ് വരുന്നത്? ഓഫ് കോഴ്സ് യു ഷുഡ് നോ, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇസ് ഫ്രം ദി സെക്കൻഡ് കമ്മിങ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞ പോം 1920 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ W.B. Yeats പോയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എൻ ഐറിഷ് പോയറ്റ്, ഡ്രമാറ്റിസ്റ്റ് ആൻഡ് റൈറ്റർ. വളരെ ഫേമസ് ആണ് കേട്ടോ W.B. Yeatsന്റെ എന്താ പറയാ മറ്റു വർക്ക്സും അതുപോലെ അദ്ദേഹത്തിനെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആൻഡ് ഹി ഹാസ് വൺ നൊബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1923. അതും അറിഞ്ഞിരിക്കുക, അദ്ദേഹത്തിന് നൊബൽ പ്രൈസ് ലിറ്ററേച്ചറിൽ കിട്ടിയിട്ടുള്ളത് 1923. അദ്ദേഹത്തിന്റെ മറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ദ കൗണ്ടസ് കാത്ലീൻ, ദ ലാൻഡ് ഓഫ് ഹാർട്ട്സ് ഡിസയർ, കാത്ലീൻ ഇൻ ഹലിഹൻ, ദ കിങ്സ് ഷോൾഡൻ ഡെയർഡ്. ഇതൊക്കെ നോക്കി വെക്കുക, ഇതിന്റെയൊക്കെ പേര് അറിഞ്ഞാൽ മതി. പക്ഷെ സെക്കൻഡ് കമ്മിങ്, പിന്നെ സെയിലിംഗ് ടു ബൈസാന്റിയം, അതൊക്കെ എന്താ പറയാ പോം ഒക്കെ ഒന്ന് വായിച്ചു വെക്കുക. ദ കമ്മിങ് ക്വസ്റ്റ്യൻ ഈസ്, Salman Rushdie won the Booker of Booker's Prize in 1993 for
വിച്ച് ബുക്ക്? സൽമാൻ റുഷ്ദിക്ക് ബുക്കർ ഓഫ് ബുക്കേഴ്സ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് 1993 അത് ഏത് വർക്കിനാണ്? ബ്രീമസ്, സേറ്റനിക് വേഴ്സസ്, മിഡ് നൈറ്റ് ചിൽഡ്രൻ, ഷാലിമാർ ദ ക്ലൗൺ. ഇതിൽ ഏത് വർക്കിനാണ് അദ്ദേഹത്തിന് ഈ ഒരു വലിയ പുരസ്കാരം ലഭിച്ചത്? That's for the Midnight Children. Okay. Midnight Children പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1981 അപ്പോ മിഡ് നൈറ്റ് ചിൽഡ്രനിൽ പറയണത് എന്താണ്, അല്ലെങ്കിൽ അത് എന്തിനെ കുറിച്ചുള്ള ഒരു വർക്കാണ്, എങ്ങനത്തെ വർക്കാണ്? ഇറ്റ്സ് എ ഹിസ്റ്ററിക്കൽ ക്രോണിക്കിൾ ഓഫ് മോഡേൺ ഇന്ത്യ സെൻട്രിങ് ഓൺ ദ inextricably linked fates of two children who were born within the first hour of independence from Great Britain. അപ്പോൾ നമ്മൾക്ക് ബ്രിട്ടനിൽ നിന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ ഒരു ദിവസം, അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ ഒരു മണിക്കൂർ, സ്വാതന്ത്ര്യം ലഭിച്ചത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ ജനിച്ച രണ്ട് കുട്ടികളെ കുറിച്ചുള്ള, അതിൽ അവരുടെ ഒരു എന്താ പറയാ ഫേറ്റ്, അവരുടെ വിധി, അതൊക്കെ വളരെ ഒരു എന്താ പറയാ ഒരു സർറിയലിസ്റ്റിക് ആയിട്ട് റിയലിസം അല്ലെങ്കിൽ മാജിക്കൽ റിയലിസം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ മിഡ്നൈറ്റ് ചിൽഡ്രൻ. അതിൽ നമ്മൾ ഹിസ്റ്ററിക്കൽ ഒരു ക്രോണിക്കിൾ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ബിക്കോസ് നമ്മൾ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് അവറിൽ ജനിച്ചത് കൊണ്ട് ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന എന്താ പറയാ ഫേറ്റൽ ചേഞ്ചസ്, അവരുടെ ആ ഒരു വിധി അല്ലെങ്കിൽ അവരുടെ ലൈഫ് പിന്നെ എങ്ങനെയാണ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് അതിനെക്കുറിച്ചും, പിന്നെ നമ്മളെ മോഡേൺ ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു ഇന്ത്യയുടെ ഒരു മുഖം, അതും കൂടി നമുക്ക് എന്തിൽ കൂടി സൽമാൻ റുഷ്ദി കാണിച്ചിരുന്നുണ്ട്, ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം കാണിച്ചിരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കാം, മിഡ്നൈറ്റ് ചിൽഡ്രൻ ഒരു മാജിക്കൽ റിയലിസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആ ഒരു ജോണറിൽ പെട്ടിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. വർക്ക്സ് തന്നിട്ടുണ്ട്, ഓഥേഴ്സിന് തന്നിട്ടുണ്ട്. Let's see. The Jungle, The Grapes of Wrath, War and Peace, A Tale of Two Cities. Leo Tolstoy, Upton Sinclair, Charles Dickens and John Steinbeck. Then എന്ത് ചെയ്യുക? അവരെ മാച്ച് ചെയ്യുക. So the answer is option C. Option C നോക്കിയേ. The Jungle എഴുതിയിരിക്കുന്നത് അപ്റ്റൺ സിൻക്ലെയർ ആണ്. Grapes of Wrath എഴുതിയിരിക്കുന്നത് ജോൺ സ്റ്റെയിൻബക്ക് ആണ്. And War and Peace is written by Leo Tolstoy and A Tale of Two Cities നമുക്കറിയാം ചാൾസ് ഡിക്കൻസ് ആണ്. എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ഉണ്ടല്ലോ ചാൾസ് ഡിക്കൻസിന്റെ, അതിൽ പറഞ്ഞിരിക്കുന്ന ആ രണ്ട് സിറ്റീസ് അല്ലെങ്കിൽ ആ ടൈറ്റിലുള്ള ആ രണ്ട് സിറ്റീസ് ഏതൊക്കെയാണ് അന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇറ്റ്സ് പാരീസ് ആൻഡ് ലണ്ടൻ. പാരീസും ലണ്ടനുമാണ് ആ രണ്ട് സിറ്റീസ്. ഓക്കെ, ഇതൊക്കെ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയറും അവരെ ഞാൻ റൈറ്റേഴ്സിനെയും നേരി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് നോക്കി വെക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Coleridge's Biographia Literaria came out in which year? അതാണ് ക്വസ്റ്റ്യൻ. 1815 ആണോ, 1816 ആണോ, 1817 ആണോ, 1818 ആണോ? Biographia Literaria S.D. കോളറിഡ്ജിന്റെ ആണ്. It's in 1817. Okay, 1817 ആണ് കേട്ടോ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 2 volumes. 2 volumes ആയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതെന്താണ് ബയോഗ്രഫി ലിറ്ററേറിയ എന്തിനെ കുറിച്ചുള്ള വർക്കാണ്? ഇറ്റ് എക്സ്പ്ലോർസ് ദ കോൺഫ്ലിക്ട്സ് ഇൻ ദ പോയറ്റ്സ് മൈൻഡ്. S.D. കോളറിഡ്ജിന്റെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ചില കോൺഫ്ലിക്ട്സ് അദ്ദേഹം തുറന്നു കാട്ടുകയാണ്. ദ ഇൻകോൺഗ്രിറ്റീസ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് മീനിങ്. അപ്പോ ടെക്സ്റ്റും അതിന്റെ അർത്ഥവും തമ്മിലുള്ള ചേരായ്മ അല്ലെങ്കിൽ ഒരു മിസ്മാച്ചിങ്, അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വർക്കാണത്. അദ്ദേഹത്തിന്റെ തോട്ട്സ് ആണ് അതിൽ പറയുന്നത്. Probable difficulties in writing, reading, forming a critical discourse, editing the text, providing shapes and to his line of thought for directing his intentions. അപ്പോൾ ഇത് തന്നെ അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു കാട്ടുന്ന ഒരു വർക്ക് തന്നെയാണ് ബയോഗ്രഫിയ ലിറ്ററേറിയ. അപ്പൊ എന്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇന്റൻഷൻസ് ആണ് അതിലുള്ളത്? ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റും അതിന്റെ മീനിങ് തമ്മിലുള്ള മിസ്മാച്ചിങ്, അതുപോലെ അത് വായിക്കാനും എഴുതാനും അതിനെക്കുറിച്ചൊരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്താനുള്ള ഡിഫിക്കൽട്ടീസ്, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വർക്കാണ് S.D. കോളറിഡ്ജ് ബയോഗ്രഫിയ ലിറ്ററേറിയ എന്നതിലൂടെ നമ്മൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. Next question, in John Dryden's Essay of Dramatic Poesy, which was published in 1668, who opens the discussion on behalf of the ancients? Ancients, പൂർവികർ അല്ലെ, പണ്ടത്തെ ആൾക്കാർ, അവരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുന്നത് ആരാണ്? ഏതില്? ഡ്രൈഡന്റെ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസിയിൽ.
ലിസിഡിയസ് ആണോ, നിയാൻഡർ ആണോ, യുജീനിയസ് ആണോ, ക്രൈറ്റിസ് ആണോ? ആൻസർ ഈസ് ക്രൈറ്റിസ്. ബിക്കോസ് യൂജീനിയസ്, ഇവർ 4 പേരാണ് മെയിൻ ക്യാരക്ടേഴ്സ് കേട്ടോ. അതിൽ മെയിൻലി സംസാരിക്കുന്ന ഡിസ്കഷൻ നടക്കുന്നത് ഇവർ 4 പേരുടെ ഇടയിലാണ്. ഇതിൽ ആരാണ് ഏൻഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത്? ഇറ്റ്സ് ഓഫ് കോഴ്സ് ക്രൈറ്റിസ്, ബിക്കോസ് യൂജീനിയസ് സപ്പോർട്ടഡ് മോഡേൺസ്, ക്രൈറ്റിസ് സപ്പോർട്ടഡ് ഏൻഷ്യൻസ്. ലിസിഡിയസ് ഫേവേർഡ് ഫ്രഞ്ച് ഡ്രാമ, while നിയാൻഡർ അഡ്വക്കേറ്റഡ് ഇംഗ്ലീഷ് ഡ്രാമ. അറിഞ്ഞിരിക്കുക ഓരോരുത്തർ ആരെയൊക്കെയാണ് ഫേവർ ചെയ്യുന്നത്. അതുപോലെ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയർ 1668 ആണ്. The next question. All novels are about certain minorities. The individual is a minority. Who said this? ഇത് ആരോ പറഞ്ഞൊരു കോട്ടാണ്, അല്ലെങ്കിൽ ആരോ പറഞ്ഞൊരു വാക്യമാണ്. All novels are about certain minorities. The individual is a minority. Ralph Ellison, Ezra Pound, E.M. Foster, Lewis Carroll. Answer is Ralph Ellison. Okay. അപ്പോൾ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ കോട്ട് വന്നിട്ടുള്ളത് റാൽഫ് എലിസന്റെ ഒരു വർക്കിൽ നിന്നാണ്. He's an American writer and Ralph Ellison is best known for his novel Invisible Man. റാൽഫ് എലിസൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇൻവിസിബിൾ മാൻ എന്ന് പറഞ്ഞ നോവലാണ് മനസ്സിൽ വരേണ്ടത്. ബിക്കോസ് ഈ നോവല് കൊണ്ടാണ് അദ്ദേഹം ഫേമസ് ആയത്. ആൻഡ് ദിസ് വർക്ക് വൺ ദ നാഷണൽ ബുക്ക് അവാർഡ് ഇൻ 1953. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 എസ്സേകളാണ് ഷാഡോ ആൻഡ് ആക്ട്, പിന്നെ ഗോയിങ് ടു ദ ടെറിട്ടറി. ഓക്കെ. The next question. Waiting for Godot, the famous play, was written by whom? ഇതും വെയിറ്റിംഗ് ഫോർ ഗോദോയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അതിന്റെ ഓരോ പ്ലോട്ട് സീൻസ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ആരുടെ വർക്കാണ്? ഹാരോൾഡ് പിന്റർ, എഡ്വേർഡ് ആൽബി, സാമുവൽ ബെക്കറ്റ് ആൻഡ് നൺ ഓഫ് ദി അബവ്. ഓഫ് കോഴ്സ് നമുക്കറിയാം വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത് സാമുവൽ ബെക്കറ്റ് എഴുതിയതാണ് അല്ലേ. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1952. പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ആരൊക്കെ? വ്ളാദിമിർ ആൻഡ് ഈസ്ട്രഗൻ. ഓക്കെ. അതിൽ പിന്നെ പോസോ, ലക്കി, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ബട്ട് മെയിൻ ആയിട്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് വരുന്ന 2 ക്യാരക്ടേഴ്സ് ആണ് വ്ളാദിമിർ ആൻഡ് ഈസ്ട്രഗൻ. ആൻഡ് മെയിൻ തീംസ് ഓഫ് ദിസ് വർക്ക് അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ ഗോദോയിലെ മെയിൻ തീംസ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യലിസം, ദ പാസിംഗ് ഓഫ് ടൈം ആൻഡ് സഫറിങ്. ഈ 3ഉമാണ് ഇതിന്റെ മെയിൻ തീംസ്. ബിക്കോസ് നമുക്കറിയാം ഇതിൽ വ്ളാദിമിറും എസ്ട്രഗണും എന്താ പറയാ കുറേ അല്ലേ അവര് ഗോദോനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്. പക്ഷെ ഗോദോ വരുന്നില്ല. പക്ഷെ അവരുടെ എന്താ പറയാ പ്രൊഡക്റ്റീവ് ടൈം ഒക്കെ വേസ്റ്റ് ചെയ്തിട്ട് ഗോദോനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ലാസ്റ്റ് എന്താണ്, അവർ ആ വെയിറ്റ് ചെയ്ത് നിന്നോടത്ത് തന്നെ അവർ നിൽക്കുകയാണ്. മണിക്കൂറുകളൊക്കെ കഴിഞ്ഞിട്ട് അവരടുത്ത് തന്നെ നിൽക്കുകയാണ് അല്ലെ. അപ്പോ അതാണ് അതിന്റെ ഒരു തീം. നമ്മൾ ടൈം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് പോകും, പക്ഷെ നമ്മൾ ഒരിക്കലും വരാത്തൊരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മളെ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നു. അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു, അല്ലെങ്കിൽ അതാണ് അതിന്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഹ്യൂമൻസിന്റെ സഫറിങ്ങിനെ കുറിച്ചും പാസിംഗ് ഓഫ് ദ ടൈമിനെ കുറിച്ചും പിന്നെ എക്സിസ്റ്റൻഷ്യലിസം, ഇതൊക്കെയാണ് വെയിറ്റിംഗ് ഫോർ ഗോദോയിലൂടെ സാമുവൽ ബെക്കറ്റ് കൊണ്ടുവരുന്ന തീംസ് കേട്ടോ. യാ. സോ ദീസ് ഓൾ ആർ ദ ക്വസ്റ്റ്യൻസ് ഫോർ ദിസ് ഡേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. Okay, so very thank you. In the next class, we will meet with the next questions. Till then, thank you and bye.